ഹായ് ഗായ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാത്സ് പഠിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും മാത്സ് എഴുതി പഠിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ആരും കേട്ട് പഠിക്കരുത്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എഴുതി പഠിച്ചാൽ മാത്രമേ മാത്സിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ മാത്സ് നമ്മൾ കേട്ട് പഠിച്ച് നമ്മൾ എന്താ വിചാരിക്കുക, നമുക്കറിയാം, അങ്ങനെയാണല്ലോ വരുന്നത്, ഇങ്ങനെയാണല്ലോ വരുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നിരിക്കും. അതുകൊണ്ട് എല്ലാവരും പിന്നെ ടിപ്പ് 2 എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് കിട്ടുമെന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നു നമുക്ക് അത്രത്തോളം ഒരിതാണ്. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻസ് പരമാവധി സോൾവ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും നല്ല ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന A+ പോയിൻറ്റ്സും പിന്നെ ടോപ്പ് ലെവൽ A+ ക്വസ്റ്റ്യൻസൊക്കെ പരമാവധി ചെയ്തു നോക്കാം. കാരണം നമ്മുടെ ഇപ്പം 10ാം ക്ലാസ്സിൽ പാറ്റേൺ മാറിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണല്ലോ വരുന്നത്. എങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഗൂഗിളിൽ നിന്ന് തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, അല്ലാതെ എജുപോർട്ടിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈലത്തിൽ നിന്നായിക്കോട്ടെ, എവിടെയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും A+ ലെവൽ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്. അതൊക്കെ പരമാവധി സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ എപ്പോൾ പഠിക്കുമ്പോഴും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തുടങ്ങാതെ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റൊക്കെ നമ്മൾ ഓരോ എക്സാമിന് പഠിച്ചത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നോക്കണ്ട എന്ന് ഞാൻ പറയില്ല, പഠിച്ചതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതിയിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഓരോ ചാപ്റ്ററും വൈസായി നിങ്ങൾ പഠിക്കുക. പിന്നെ ഇത്ര തന്നെയൊക്കെ ഉള്ളൂ, നല്ല രീതിയിൽ പഠിക്കുക. അത്ര എനിക്ക് ഈ ഒരു ലെവലിൽ പഠിക്കാനുള്ളൂ. ഈ പരമാവധി കിട്ടുന്ന ഈ ചെറിയ ചെറിയ സമയമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ A+ അല്ല ഫുൾ സ്കോർ നേരിടാൻ പറ്റും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എനിക്ക് എന്നിട്ടും മാത്സിൽ നല്ല A+ ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുക. പിന്നെ അതിൽ നമ്മളെ ബ്രെയിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പല ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലുള്ള മോഡലിൽ തന്നെയാണ് നമുക്ക് എക്സാമിന് വരിക. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ പരമാവധി ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായം പറയുക. ബൈ.